ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരാനായിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നിങ്ങൾ അറിഞ്ഞാണ് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷകൾ 3 ഫേസ് കഴിഞ്ഞിട്ടുണ്ട്. ഡിഗ്രി മെയിൻസിന്റെ എക്സാമിനേഷന്റെ ഡേറ്റ് ഓഗസ്റ്റ് പരീക്ഷയിൽ ഡേറ്റ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു പ്രിലിമിനറി പരീക്ഷ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രിലിമിനറി പരീക്ഷയിൽ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർ, അല്ലെങ്കിൽ പഠനം ആരംഭിച്ചവർക്ക് വേണ്ടിയിട്ട് ഇനി എന്താണ് മുന്നിലോട്ട് എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. കാര്യം, ഇപ്പോൾ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് ഇനി അടുത്തിനി ഒരു പ്രിലിമിനറി ഈ നൂറ്റാണ്ടിലെങ്ങാനും ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കേരള PSC പ്രധാനപ്പെട്ട 3 ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ പുറത്തുവിടും. അതെന്ന് പറയുന്നത്, 1 ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, 2 പറയുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, 3 പറയുന്നത് നഗരകാര്യ സെക്രട്ടറി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 3 പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് ഇനി കേരള PSC അടുത്ത ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞ് നടത്താനായിട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ 3 പരീക്ഷകൾക്കും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ 3 വകുപ്പുകളും കൂടി ഏകീകരിച്ചുകൊണ്ട് ഒരൊറ്റ പരീക്ഷയായിട്ട്, ആ പരീക്ഷയുടെ പേരെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി എന്ന പേരിലുള്ള ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയായിരിക്കും ഇനി നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രിലിമിനറി പരീക്ഷ കേരള PSC എടുത്ത് മാറ്റി എന്നുള്ള രീതിയിലൊക്കെ വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോമൺ പ്രിലിമിനറി മാറ്റി എന്നേ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്കകത്ത് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും സബ് ഇൻസ്പെക്ടറിനും ഒക്കെ കൂടി ഒറ്റ പരീക്ഷയായിരുന്നു. ഇനി നടത്താനായിട്ട് പോകുന്ന ഏത് രീതിയിലാണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ഒറ്റ പ്രിലിമിനറി പരീക്ഷ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൻ്റെ മാത്രമായിട്ടൊരു മെയിൻസ് പരീക്ഷ, സബ് ഇൻസ്പെക്ടറിന് ഒരു പ്രിലിമിനറി, സബ് ഇൻസ്പെക്ടറിന് ഒരു മെയിൻസ്. അത് നല്ലൊരു രീതിയിലുള്ള ഒരു പരിഷ്കാരമാണ് അല്ലേ? ആ രീതിയിൽ തന്നെയായിരിക്കും മിക്കവാറും നമ്മുടെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കും ഇനി പരീക്ഷ നടക്കാനായിട്ട് പോവുക. ഇതിന്റെ നോട്ടിഫിക്കേഷൻ കേരള PSC ഒരു മാസത്തിനകത്ത് തന്നെ ഏകദേശം വരാൻ, അല്ലെങ്കിൽ പുറത്തുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഒരു മാസം എന്ന് പറയുമ്പോൾ ഈ ജൂലൈ മാസം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മാസത്തിൽ തന്നെ എന്ത് ചെയ്യും, കേരള PSC ഈ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ തന്നെയാണ്. എന്ന് വെച്ചാൽ വളരെയധികം പ്രൊമോഷൻ ചാൻസ് ഉള്ള ഒരു പട്ടിക, അല്ലെങ്കിൽ ഒരു ജോലിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി എന്ന് പറയുന്നത്. അതിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലെ സെക്രട്ടറി ആയിക്കോട്ടെ, ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി ആയിക്കോട്ടെ, നഗരപഞ്ചായത്ത് അല്ലെങ്കിൽ നഗരകാര്യ സെക്രട്ടറി ആയിക്കോട്ടെ, ഏതായാലും വളരെയധികം പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇതിന്റെ നിയമനം, അല്ലെങ്കിൽ നമ്മുടെ കേരള PSC ഈ ഒരു പോസ്റ്റിലേക്ക് നിയമനം നടത്തിയിട്ട് കുറച്ചധികം കാലമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള വേക്കൻസികളും അതിനനുസരിച്ച് കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. മാത്രമല്ല, ഈ ഒരു പരീക്ഷയിലേക്ക് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിൽ കേരള PSC ആൾക്കാരെ തികയ്ക്കുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലൂടെയാണ്. പക്ഷേ 40% ആൾക്കാരെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, അല്ലെങ്കിൽ പരീക്ഷയിലൂടെ തന്നെ ആൾക്കാരെ സെലക്ട് ചെയ്യണമെന്നാണ് നമ്മുടെ നിയമത്തിനകത്തും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ 40% സീറ്റും നമുക്കുള്ളത് തന്നെയാണ്. പരീക്ഷ എഴുതി, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ, നല്ലൊരു ക്വാളിഫിക്കേഷൻ പരീക്ഷ, അല്ലെങ്കിൽ നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം ഊർജിതമാക്കുക. ഓക്കെ, അപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ ഒരുപാട് റാങ്ക് ഫയലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു റാങ്ക് ഫയൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. ഇത് കൂടാതെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, നഗരകാര്യ സെക്രട്ടറി എന്ന് പറയുന്ന ഈ ഒരു തസ്തിക അല്ലാതെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തസ്തിക എന്ന് പറയുന്നത് കേരള ബാങ്കാണ്. അപ്പോൾ കേരള ബാങ്കിലേക്കുള്ള നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒഴിവുകളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കേരള PSC ഓൾറെഡി നമ്മുടെ കേരള ബാങ്കിന് എന്ത് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കൊരു 2-3 മാസം മുന്നേ ഉള്ള ഒരു വാർത്തയിലൂടെ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. എന്തായാലും അടുത്തൊരു ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ നടക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അടുത്തൊരു ഡിഗ്രി പ്രിലിമിനറി വരുമ്പോഴത്തേക്കും അതിലേക്ക് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പോസ്റ്റ് തന്നെയാണ് കേരള ബാങ്കിലേക്കുള്ള ജനറൽ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ പോലുള്ള തസ്തിക. പക്ഷേ ഈ ഒരു കേരള ബാങ്കിലേക്ക്, ഈ പറഞ്ഞ തസ്തികയിലേക്കൊന്നും എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാര്യം ഡിഗ്രി മാത്രം പോരാ, അതിന് BCom ആണ് വേണ്ടത്. അതിൽ BCom വേണം. ഓരോ തസ്തികയ്ക്കും ഓരോതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ബാങ്കിലേക്കുള്ളതാണെങ്കിൽ അതിനകത്ത് BCom വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് BCom ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി, MBA പോലുള്ള കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ പാസ്സായവർക്കാണ് നമ്മുടെ കേരള ബാങ്കിലേക്ക് കൂടുതൽ അപ്പോയിൻമെന്റ് വരാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ നേരത്ത് തീർച്ചയായിട്ടും ഞാൻ
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ പോസ്റ്റിൻ്റെയും അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു നമ്മുടെ കേരള ബാങ്കിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാൻ നേരത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്. കാര്യം KS നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇപ്പോൾ തന്നെ നമ്മുടെ 30-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന പാനൽ, മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് ഉൾപ്പെടുന്ന പാനൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള ബാക്കി അപ്പോയിൻമെൻറ്റുകളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ നിലവിൽ എടുത്തു വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു പോസിറ്റീവ് ന്യൂസ് ആവാനുള്ള സാധ്യതകൾ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. കാര്യം ഒരുപാട് തൊഴിൽ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി KSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടിങ്സ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് KS എന്ന് പറയുന്ന തസ്തികയിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏത് ഡിഗ്രി ഉള്ള ഒരാൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 2024 തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരാനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. അപ്പോൾ 2024 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, 24ലേക്കുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കേട്ടോ. 24 നമ്മുടെ LDC ഉണ്ടാവും. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തസ്തികയാണ് ഞാൻ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ പഠനവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക. നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും നോക്കാതിരിക്കരുത്. പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ ഇരിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം കാണത്തുള്ളൂ. 1-2 മാസം കൊണ്ട് നമുക്ക് ഒരിക്കലും തീർക്കാനായിട്ട് പറ്റത്തില്ല, സിലബസ് കംപ്ലീറ്റ് തീർക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പഠനം ഊർജ്ജമാക്കുക. പറ്റുന്ന സമയം മാക്സിമം രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസും ടോപ്പിക്കുകളൊക്കെ വായിച്ച് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ തന്നെ ഗ്രാമ സെക്രട്ടറി, അതുപോലെ തന്നെ എന്താണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, കൂടാതെ നമ്മുടെ ഈ ഒരു നഗരകാര്യ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റുകളെല്ലാം കൂടി ചേർത്തുകൊണ്ട് വരുന്ന നമ്മുടെ ഈ ഒരു തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിലേക്കും, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കേരള ബാങ്ക്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള തസ്തികയിലേക്കൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊരു പ്രതീക്ഷ വെച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ പ്രിലിമിനറി കിട്ടിയാൽ മെയിൻസിന് വേണ്ടി പഠിക്കുക. കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്ത പ്രിലിമിനറി അല്ലെങ്കിൽ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇവിടെയും പറയുകയാണ്, അടഞ്ഞ വാതിൽ നോക്കി ഒരിക്കലും വിഷമിക്കരുത്. അവിടെ എവിടെയെങ്കിലും ചെറിയൊരു വെളിച്ചം, ഒരു മുട്ടുസൂചിയിൽ അവിടെ കൂടിയെങ്കിലും വെളിച്ചം വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ആ വെളിച്ചം കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. വലിയൊരു സ്ഥാനം തന്നെ നമുക്ക് എന്ത് ചെയ്യും, ദൈവം തരും. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രതീക്ഷകളായി തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലുള്ള PSC വാർത്തകളും അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഒരു ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൂടെ ഉറപ്പുവരുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.